TMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന അന്തിമഘട്ടത്തിലാണ്. വീണ ടി ഉൾപ്പെടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും ദുബായിലേക്കുള്ള 85 ലക്ഷം രൂപയുടെ ഇടപാടിൽ ഫെമ നിയമപ്രകാരം അന്വേഷണം നടത്താനുമാണ് ഇഡിയുടെ നീക്കം. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും രേഖകൾ ഇഡി പരിശോധിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? TMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ നേരത്തെ വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് വീണ്ടും അടുത്തയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്ന് ഇഡി വ്യക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ഇഡി സംശയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫെമ നിയമപ്രകാരമുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നും ഇഡി സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കൈയെഴുത്തുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ച പണം കൂടുതൽ പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ ലഭിച്ച സിം കാർഡിന്റെ ചിത്രവും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ഈ സിം ഏതൊക്കെ രീതി ഇന്റർനെറ്റ് കോളുകൾക്കടക്കം ഈ സിം ഉപയോഗിച്ചു എന്ന കാര്യം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ഈ സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ സിം ഉപയോഗിച്ച് ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിച്ചിട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണയെ കൃത്യമായി തന്നെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. അതിനുള്ള നോട്ടീസ് നൽകാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.